വെഞ്ഞാറമൂട്ടിലെ അഫാൻ്റെ കൊലപാതകങ്ങൾ മറന്നില്ലല്ലോ അല്ലേ? 5 പേരെയാണ് അഫാൻ കൊന്നത്. അഫാൻ്റെ അമ്മ ഷെമിയെയും കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അമ്മ ഇപ്പോഴും പറയുന്നത് കട്ടിലിൽ നിന്നും വീണതാണ് എന്നാണ്. ആ ഷെമിയെ ഇന്ന് രാവിലെ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർ അവർ ഇപ്പോൾ താമസിക്കുന്ന ഇടത്ത് ചെന്ന് അവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നൊരു ഓഫർ വയ്ക്കുന്നു. ഇതൊന്ന് കേട്ടു നോക്കൂ. നമ്മളിപ്പോൾ അഫാൻ്റെ ഉമ്മ ഷെമിയെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെയൊന്നും ഉമ്മ ഒന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാലും ഉമ്മയൊന്ന് കാണാമെന്ന് കരുതി. ഉമ്മയ്ക്ക് ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഉമ്മ നമ്മളൊരു ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. അദ്ദേഹത്തെ ഷെബാന്റെ ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പഴയ വീട്ടിലേക്ക് പോയാൽ നമുക്ക് അവിടെ കിടക്കാനും ഒക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാ. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തോണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. വീടില്ലാത്ത ഒരാൾക്ക്, ആലംബഹീനരായവർക്ക്, ആശയറ്റവർക്ക്, ആശ്രയമറ്റവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്നത് തീർച്ചയായും ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. പക്ഷേ 5 പേരെ കൊന്ന അഫാൻ എന്ന കൊടും കുറ്റവാളിയെ ഇപ്പോഴും രക്ഷിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഷെമി എന്ന ആ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് ശ്രീകണ്ഠൻ നായർ പറയുമ്പോൾ എന്ത് തരം സന്ദേശമാണ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ അങ്ങ് നമ്മുടെ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞു തരാമോ? ഈ വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടില്ലേ? ഈ ഷെമി എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മയ്ക്ക് കട്ടിലിൽ നിന്നും വീണത് ഓർമ്മയുണ്ട്, വേറൊന്നും ഓർമ്മയില്ല. ഇതെത്രമാത്രം വിശ്വസനീയമാണ്? ഒരു അമ്മ മകനെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ 5 പേരെ നിഷ്കരുണം വെട്ടിക്കൊന്ന ഒരാളെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ആർക്കും എളുപ്പം മനസ്സിലാകില്ല. അതത്ര എളുപ്പം ദഹിക്കുകയുമില്ല. ഇപ്പോഴും ആ സ്ത്രീ പറയുന്നത് എന്താണ്? ഇളയവൻ പോയതുകൊണ്ട് മൂത്തവനെയെങ്കിലും പുറത്തിറക്കണമെന്ന് പറയുന്നത് ആരോടാണ്? SKNോട്. അവരുടെ ആ അപേക്ഷ കൂടി സ്വീകരിച്ച് അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുവാൻ ശ്രീമാൻ ശ്രീകണ്ഠൻ നായരെ അങ്ങ് ഒന്ന് സഹായിക്കണം പ്ലീസ്. കേരള ജനത ഒന്നാകെ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. കഷ്ടമാണ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ. നിങ്ങളോട് കുറച്ചൊരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു, അതും പോയി. താങ്കളുടെ സഹായം കിട്ടണമെങ്കിൽ കൊലപാതകം ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒരു ഭീകര കൊലയാളിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന അവൻ്റെ അമ്മയെ വെളുപ്പിക്കാൻ പാടുപെടുന്ന ചാനലിൻ്റെ മേധാവിയും. ഒരു ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുവാൻ എന്ത് തരികട വേണമെങ്കിലും കാണിക്കുമെന്ന രീതിയിലുള്ള താങ്കളുടെ ഈ അധപ്പതനം ആ കഷ്ടം എന്ന് മാത്രമേ പറയുവാൻ പറ്റൂ. ഇന്ന് രാവിലെ ശ്രീകണ്ഠൻ നായർ ഷോ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ലൈവ് ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേക മോർണിംഗ് ഷോ എന്നൊക്കെ പറഞ്ഞായിരുന്നു രാവിലെ ശ്രീകണ്ഠൻ നായർ ഈ പരിപാടിയുമായി എത്തിയത്. ഈ വീഡിയോയുടെ താഴെ, അതായത് 24 ന്യൂസിൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ മാത്രം വായിച്ചാൽ മതി ശ്രീകണ്ഠൻ നായരുടെ ഈ പരിപാടിയോടുള്ള കാഴ്ചക്കാരുടെ വിയോജിപ്പും ദേഷ്യവും പരിഹാസവും ഒക്കെ അറിയുവാൻ. ചില കമൻസ് ഞാൻ പറയാം. ഒരു അജിത്ത് പറയുന്നു, ആരെയെങ്കിലും കൊന്നാൽ കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് ഉണ്ട് ഉറങ്ങി ജീവിച്ചു വരുമ്പോൾ ഒരു വീട് സ്വന്തം. ഇത്രയും പ്രോത്സാഹനം കൊടുക്കുന്ന 24-ന് അഭിനന്ദനങ്ങൾ. ആ പയ്യനെ ഇറക്കുവാനുള്ള സഹായം കൂടി നൽകണം. നിഷ സന്തോഷ് പറയുന്നു, നിങ്ങളുടെ മകനെപ്പോലെ തന്നെ മകളെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ഇപ്പോഴും കാണാമറയത്ത് ഇരുന്ന് കരയുന്നുണ്ട്. ആ കണ്ണീർ ആര് തുടയ്ക്കും? ഫർസാന, അതും ഒരു ഉമ്മ പെറ്റ പൈതലല്ലേ? ജസീൽ ജാസി എന്നൊരാൾ ചോദിക്കുന്നു, നാട്ടിൽ എത്രയോ പാവപ്പെട്ടവരുണ്ട്. കൊലപാതകവും ലഹരിയും ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും സമൂഹത്തിന് മുന്നിൽ പോപ്പുലർ ആവുന്നില്ല എന്ന് മാത്രം. ഈ ധൂർത്തും കൊലയും കൊണ്ട് സാമൂഹിക ശ്രദ്ധ നേടിയ ഈ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിൽ എന്ത് ഔചിത്യമാണ് കാണുന്നത്? ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നൽകുന്നത്? നിഷ സജി എന്നു പേരായ ഒരാൾ പറയുന്നു, SKN താങ്കളോട് തോന്നിയിരുന്ന ആ റെസ്പെക്റ്റ് നഷ്ടമായി. വാർത്തയ്ക്ക് സ്വീകാര്യത കിട്ടാൻ ഇത്രയും തരം താഴേണ്ടിയിരുന്നില്ല.
കയറിക്കിടക്കാൻ നല്ല വീടില്ലാത്ത എത്രയോ പേരുണ്ടാവും നാട്ടിൽ. അവരെ ഒന്നും കാണാതെ ഒരു കൊടും കുറ്റവാളിയുടെ തെറ്റു മറച്ചു പിടിക്കുന്ന ഇവരെ സഹായിക്കുവാൻ താങ്കൾക്ക് നാണമില്ലേ? സാം ജയൻ എന്നൊരാൾ പറയുന്നു, വീട് കിട്ടാനും കടം വീട്ടാനും എല്ലാവരുടെയും പരിഗണന കിട്ടാനും പൊറോട്ടയും ബീഫും എപ്പോഴും കഴിക്കാനും ഒരു 5 പേരെയെങ്കിലും ചുമ്മാ കൊല്ലുക. വളരെ നല്ല സന്ദേശം, നല്ല മോട്ടിവേഷൻ. കീപ്പ് ഇറ്റ് അപ്പ് 24. ശ്രീകണ്ഠൻ നായരെ അനുകൂലിക്കുന്ന SKN നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് പോലും ആ വീഡിയോയുടെ താഴെ ഇല്ല. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ 24 ന്യൂസിൻ്റെ ഈ ഒരു നടപടി ഉണ്ടാക്കിയ പ്രതിഷേധം അത് ചെറുതൊന്നുമല്ല. ഒരു വാർത്താ അവതാരകൻ ഇങ്ങനെ തരം താഴാൻ പാടുണ്ടോ? ഒരു ചാനൽ റേറ്റിംഗ് കൂട്ടുവാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നതാണോ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങൾ തന്നെ എന്തൊക്കെ സ്റ്റേജ് ചെയ്തു എന്ന് വരും. 24 ന്യൂസിൻ്റെ സഹായം കിട്ടുവാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര പേരെ കൊല്ലണം എന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നു പല പ്രേക്ഷകരും. പണ്ടൊക്കെ ചാനലുകളുടെ റിയാലിറ്റി ഷോയിൽ വിജയിക്കുന്നവർക്ക് വീട് കൊടുക്കുന്ന, ഫ്ലാറ്റ് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു മലയാളത്തിൽ. അന്നതൊരു ഫാഷനായിരുന്നു. ഇപ്പോഴിതാ 5 പേരെ കൊന്ന് റിയാലിറ്റി ഷോ വിജയിച്ച അഫാൻ ആകട്ടെ ഇത്തവണത്തെ 24 ന്യൂസ് ചാനലിൻ്റെ വീട്. അത്രയേ ഉള്ളൂ. ആരും ദയവായി ഞങ്ങളുടെ, അതായത് 24ൻ്റെ ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. നാളെ ശിക്ഷാകാലാവധി കഴിഞ്ഞ് ഇവൻ പുറത്തിറങ്ങുമ്പോൾ ഇവരുടെ കാലശേഷം, അതായത് ആ ഉമ്മയുടെയും ബാപ്പയുടെയും ഒക്കെ കാലശേഷം ആ വീടും അവന് സ്വന്തമാവും. ശിക്ഷ കിട്ടുമോ എന്ന് തന്നെ ആർക്കറിയാം? കാരണം ഈ ഒരു കൊലപാതകങ്ങളിലൊന്നും ദൃക്സാക്ഷി പോയിട്ട് സാക്ഷികൾ പോലുമില്ല. മകൻ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച അമ്മ മാത്രമാണ് ഏകസാക്ഷി. അവർ ഇങ്ങനെ കള്ളം പറയുമ്പോൾ മകൻ എളുപ്പത്തിൽ ഊരിപ്പോരും. അതിനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. അതുതന്നെ ആയിരിക്കാം അവരുടെ ഉദ്ദേശവും. ഇവരെ പോലെയുള്ള അമ്മമാരാണ് മക്കളെ വളർത്തി നല്ല നിലയിൽ എത്തിക്കുന്നത്. ഇത്രയും പേരെ കൊന്ന മകനെ രക്ഷിക്കണമെന്ന് പറയുന്ന ആ അമ്മയുടെ നല്ല മനസ്സ്, അനിയനെ പോലും കൊന്ന ആ അമ്മയുടെ മനസ്സ് നമ്മൾ ഒരു കാരണവശാലും കാണാതെ പോകരുത്. കേരളത്തിലെ എന്നല്ല ലോകത്തെ മുഴുവൻ അമ്മമാർക്കും റോൾ മോഡലാണ് ഈ അമ്മ. മക്കളുടെ വഴികാട്ടിയും സുഹൃത്തും മാതൃകയും ഒക്കെ ആയിട്ട് ലോകത്തിന് മുഴുവൻ പ്രചോദനമായിട്ട് ഈ അമ്മ അങ്ങനെ തന്നെ ഇരിക്കണം. കഴിയുമെങ്കിൽ ശ്രീകണ്ഠൻ നായർ താങ്കൾ ഇവരെക്കുറിച്ച് ഒരു സീരിയലൈസ്ഡ് സ്റ്റോറി തന്നെ ചെയ്യണം. അത് ചാനലിനൊരു മുതൽക്കൂട്ടായിരിക്കും, ചാനലിനും നാട്ടുകാർക്കും ഒരു പ്രചോദനമായിരിക്കും. തീർച്ചയായും ചാനലിൻ്റെ TRP റേറ്റിംഗും നന്നായി കൂടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. 24 ന്യൂസിൻ്റെ നേരത്തെ കണ്ട ആ വീഡിയോയുടെ താഴെ ഇതിനോടകം 2000-ലധികം കമൻസാണ് വന്നിരിക്കുന്നത്. ഒരാൾ പോലും ശ്രീകണ്ഠൻ നായരെ സപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല. നാട്ടിലുള്ളവരുടെ സകലമാന പേരുടെയും അഭിപ്രായം എടുത്തിട്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. എന്നാലും ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമുക്കൊരു വഴികാട്ടി ആകാറുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് എന്താണോ പറയുന്നത് അത് കേൾക്കൂ എന്നാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സല്ലല്ലോ ചാനലിന്, അവിടെ മത്സരമല്ലേ. TRP റേറ്റിങ്ങിൽ താഴെ പോകരുതല്ലോ. വാർത്തകളെ സെൻസേഷണലൈസ് ചെയ്ത് ആടിനെ പട്ടിയാക്കിയും പട്ടിയെ കഴുതയാക്കിയും ഇവരൊക്കെ ചെയ്യുന്നത് എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? ഒരാൾക്ക് അത്യാവശ്യം വേണ്ടത് ഞാനെന്ന ഭാവമില്ലാതെ ഇരിക്കുക എന്നതാണ്. അതിൻ്റെ കൂടെ സത്യസന്ധതയും ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ആർക്കും അവരെ തകർക്കാനൊന്നും പറ്റില്ല. എന്തൊക്കെ കടുത്ത ചാനൽ മത്സരങ്ങൾക്കിടയിലും ഇതൊന്നും മറന്നു പോകാതെ ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ് മിസ്റ്റർ ശ്രീകണ്ഠൻ നായർ. സത്യത്തിൽ കലിപ്പ് തീരാത്തത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനിയും കുറേ കൂടി പറയണമെന്നുണ്ട്. എന്തിനാണ് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്പം ഉളുപ്പ് പ്ലീസ്, അതെങ്കിലും ആകാം. നന്ദി, നമസ്കാരം.